ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ട്രയൽ ബാലൻസ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഹരിത. എല്ലാ ലേണേഴ്സിനും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ബിസിനസ്സിലെ ഡെയിലി ട്രാൻസാക്ഷനെ ആദ്യം ജേണലിൽ എൻട്രീസ് ആയിട്ട് എഴുതി. ദെൻ ജേണൽ ടു ലെഡ്ജർ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ കുറെ ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്, ഓരോന്നും ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാലൻസിങ് ഫിഗേഴ്സും ഉണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള ഈ പ്രോസസ്സ് കറക്റ്റ് ആണോ എന്നറിയണ്ടേ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ? ഇതുവരെയുള്ള അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി വെരിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ, അതിന് കറക്ഷൻസ് ആവശ്യമുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ട്രയൽ ബാലൻസ് ലെഡ്ജർ അക്കൗണ്ട്സ് പോലെ ഒരു അക്കൗണ്ട് അല്ല, ജസ്റ്റ് നമ്മൾ ലെഡ്ജർ ബാലൻസുകളെ ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നു, അതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. അപ്പോ ഇത് ഒന്നെങ്കിൽ നമുക്ക് ഓരോ മന്തിന്റെയും ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇയറിന് എൻഡിലായിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓരോ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ബാലൻസുകൾ വ്യത്യസ്തമാവും. അതായത് ചിലതിന് ഡെബിറ്റ് ബാലൻസുകളാവാം, ചിലതിന് ക്രെഡിറ്റ് ബാലൻസുകളാവാം. അപ്പൊ ലിസ്റ്റ് ചെയ്യുമ്പോഴെന്താ, ആ ലിസ്റ്റിൽ ഡെബിറ്റ് എഴുതാനുള്ള ഒരു കോളം വേണം, ക്രെഡിറ്റ് എഴുതാനുള്ള ഒരു കോളം വേണം. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. മെയിൻ ആയിട്ട് ട്രയൽ ബാലൻസിൽ 3 കോളങ്ങളാണുള്ളത്. പർട്ടിക്കുലേഴ്സ്, അതായത് നമ്മളെ അക്കൗണ്ട്സിന്റെ പേരുകള്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾ നമ്മൾ ഡെബിറ്റ് എമൗണ്ട് ഡെബിറ്റിൽ എഴുതുന്നു, ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിന്റെ എമൗണ്ടുകൾ ക്രെഡിറ്റ് സൈഡിൽ ഈ കോളത്തിലും എഴുതുന്നു. അപ്പൊ സാധാരണ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ട്രാൻസാക്ഷൻസ് തരും, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും, അതിൽ നിന്ന് ജേണൽ എൻട്രീസ് എഴുതാൻ പറയും, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറയും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലെഡ്ജറിന്റെ ബാലൻസിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഓരോന്ന് ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രെഡിറ്റ് സൈഡ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡാണ് അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത്, അതായത് ബ്രോ ഡൗൺ ചെയ്യുന്ന ഭാഗം. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്യാഷ് അക്കൗണ്ട് എഴുതി, അതുപോലെ ബാലൻസ് എവിടെയാന്ന് നോക്കി, അപ്പൊ ഡെബിറ്റ് ആണ്, ഡെബിറ്റ് എഴുതി. എന്നിട്ട് അടുത്ത അക്കൗണ്ട്, അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിന്റെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ഓർഡറിൽ ഓരോരോ അക്കൗണ്ട് എഴുതുന്നു, അതിന്റെ ബാലൻസ് ഫിഗർ എവിടെയാന്ന് നോക്കിയിട്ട് എഴുതി വെക്കുന്നു. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരിക, നിങ്ങൾക്ക് കുറച്ച് അക്കൗണ്ട്സ് അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ബാലൻസുകൾ, ഫോളോയിങ് ആർ ദ ബാലൻസസ് ഓഫ് സം അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ട്രയൽ ബാലൻസ് വേണ്ടി തരും. അങ്ങനെയാകുമ്പോൾ എന്താ, ഓൾറെഡി ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുള്ള ബാലൻസുകളാണെന്നാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കിയിട്ട് എഴുതണം. അപ്പൊ ഏതൊക്കെ അക്കൗണ്ട്സിനാണ് ഡെബിറ്റ് ക്രെഡിറ്റ്, അതായത് റൂൾസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഒരു കോഡോട് കൂടി പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ അറിയില്ല, ആ വീഡിയോ കാണാം. നമ്മള് ബേസിക്സ് പാർട്ട് 1 വീഡിയോയില് ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ആ കോഡ് ഒന്നും കൂടി പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കോഡ് എന്ന് പറയുന്നത് ക്ലിക്ക്, അതായത് എക്സ്പെൻസിനും അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റി ഇൻകം ക്യാപിറ്റലിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇപ്പൊ റൂൾസ് കാണാപ്പാടം പഠിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കാത്തവരാണെങ്കിലാണ് നമ്മൾ ഈ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ അക്കൗണ്ട്സിൽ ഇപ്പൊ ക്യാപിറ്റൽ ഇന്ന ബാലൻസ് ആണ് തന്നിട്ടുണ്ടാവും. അപ്പൊ ക്യാപിറ്റൽ നോക്കുക ഏതാണ് ക്രെഡിറ്റ്, അപ്പോ ക്യാപിറ്റലിന് എഴുതുന്നു ക്രെഡിറ്റ്, ആ ഓർഡറിൽ തന്നെ എഴുതി പോരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അതിനനുസരിച്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് എക്സാമ്പിള്. അപ്പൊ എക്സാമ്പിളിൽ ഓരോരോ അക്കൗണ്ട്സിന്റെ ബാലൻസ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് എഴുതണം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു മന്തിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇയറിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഡേറ്റ് ട്രയൽ ബാലൻസ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ ഞാൻ കോഡ് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st മാർച്ച് ഏതാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ അത് എഴുതാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ആദ്യത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓർഡറിൽ ഏറ്റവും ആദ്യം നെയിം ഓഫ് അക്കൗണ്ട്സ് എഴുതി വെക്കാം, എന്നിട്ട് ആ ബാലൻസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കിയിട്ട് എഴുതാം. അല്ലെങ്കിൽ ഓരോന്നും തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതുന്നു, അതിന്റെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കിയിട്ട് എമൗണ്ട് എഴുതാം. അങ്ങനെ ഓരോന്നും എഴുതി പോരാം. ഏതാ എളുപ്പം എന്ന് വെച്ചാൽ അത് ചെയ്യാം. ജസ്റ്റ് ഞാൻ എല്ലാതും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ക്യാഷ് ഇൻ ഹാൻഡ്, അതിന്റെ ബാലൻസ് തന്നിരിക്കുന്നത് 50,000 ആണ്. അപ്പൊ ഞാൻ ക്യാഷ് എടുത്തു, അസറ്റ് ആണ്,
അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റിൽ 50,000. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാലും അസറ്റ് ആണ്. ഡെബിറ്റിൽ തന്നെ 12,000. അടുത്തത് പർച്ചേസസ്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ്. എക്സ്പെൻസ് ഡെബിറ്റ് ആണ്. എമൗണ്ട് വന്നിരിക്കുന്നത് 10,000. ഇനി സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്നത് എന്താ? ബിസിനസിന്റെ ഇൻകം. ഇൻകം നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എമൗണ്ട് ക്രെഡിറ്റിൽ എഴുതാം 20,000. അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അസറ്റ് ആണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ്. എമൗണ്ട് 1 lakh. അതുപോലെ തന്നെ ക്യാപിറ്റല് ബിസിനസിന്റെ ലൈബിലിറ്റി ആണ്, ക്രെഡിറ്റ് ആണ്. അപ്പോൾ എമൗണ്ട് ക്രെഡിറ്റിൽ 1,60,000. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ്. സാലറി എമൗണ്ട് 8,000. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ എഴുതിയോണ്ട് നമുക്ക് ഇതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും മനസ്സിലാവില്ല അല്ലെ. ജസ്റ്റ് ആദ്യം ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1,80,000 വരും. ഇതും ടോട്ടൽ ചെയ്യുമ്പോൾ 1,80,000 വരും ടോട്ടൽ. ഇനി നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കൂടുതൽ വന്നു നിൽക്കാം. തെറ്റ്, അതായത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ടോട്ടൽ ചെയ്യണേലോ പോസ്റ്റ് ചെയ്യണേലോ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. ക്രെഡിറ്റ് കൂടുതൽ വന്നാലും അങ്ങനെ തന്നെ. അതായത് ട്രയൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം അല്ലേ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡെബിറ്റ് എഴുതുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഓരോന്നിലും എഴുതി പോകുന്നുണ്ട്. ഒരു എൻട്രി, ആ എൻട്രി വെച്ചിട്ടാണ് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പൊ ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ ലാസ്റ്റ് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു എൻട്രിയുടെ ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റോ ഏതെങ്കിലും ഒരു സൈഡ് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിണ്ടാവാം. ബാലൻസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ഈക്വൽ ആവാണ്ടിരിക്കുക. അങ്ങനത്തെ മിസ്റ്റേക്കുകളോ എറേഴ്സോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. ആ ഈക്വൽ ആവുന്നതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഇങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ട്രയൽ ബാലൻസ്. അപ്പൊ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഇത് മൂന്നും അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫുൾ ആയിട്ട് നമ്മുടെ റൂൾസിനെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് തറോ ആക്കി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം റൂൾസ് എപ്പോഴും നന്നായി പഠിച്ചിരിക്കുക, എന്നിട്ട് ബാക്കി ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ ഓപ്ഷൻ ബി സെക്കൻഡറി എൻട്രി, സെക്കൻഡ് ഓപ്ഷൻ എ പോസ്റ്റിംഗ്, തേർഡ് ഓപ്ഷൻ ബി ലെഡ്ജർ. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്. താങ്ക് യു.